ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇന്നൊരു സ്പെഷ്യൽ തിങ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ടെക്കായിട്ടൊന്നും ബന്ധമല്ല. ഓക്കെ, ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു പേനയിൽ നമ്മൾ ബോവാനാരമൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പം അത് നമ്മൾ പേനയിൽ കൊണ്ടുവരികയാണ്. അതായത് പേനയും പിന്നെ പേനയുടെ റീഫിലും. അതായത് ഇപ്പോൾ കഴിഞ്ഞു പോയത്, ഇപ്പോൾ പേനയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് അത് തീർന്നു പോയി. റീഫിൽ സാധാരണ തീരാറുണ്ട്. അപ്പം അങ്ങനെ തീർന്ന് പിന്നെ അത് ഉപയോഗമില്ലാണ്ടാവും. അപ്പം നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് കളക്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അത് രസമാണ്. പിന്നെ അത് കളിക്കാനും പറ്റിയത് ഉപയോഗിച്ച്. പിന്നെ മെയിൻ പ്രോബ്ലം അല്ലെങ്കിൽ മെയിൻ തിങ് എന്താണെന്ന് വെച്ചാൽ ചിൽഡ്രൻ അത് ഉപയോഗിക്കരുത്. കുറച്ച് വലിയ കുട്ടികൾ അല്ലെങ്കിൽ വലിയ ആൾക്കാർ കൂടെ ഉണ്ടാവണം ഇത് ഉണ്ടാക്കുമ്പോൾ. കാരണം ഇത് കുറച്ച് അപകടമാവാം. അത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് സൂക്ഷിച്ച് കണ്ടൊക്കെ ചെയ്യുക. അപ്പോൾ സംഭവത്തിൽ നമുക്ക് നേരെ കിടക്കാം. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് സാമ്പിൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പേന കൊണ്ടുള്ളൊരു വിദ്യ. ഇത് സംഭവം മിക്കവർക്കും അറിയാൻ പറ്റും. പേന വേണമെങ്കിൽ പേന ഗണ്ണ് വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ വിടുമ്പോൾ ഈ സാധനം പറന്നു. അതാണ്. അപ്പോൾ ഞാൻ അത് കാണിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പുറകിലൊരു കാലണ്ടർ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് കൊള്ളും. അത് കുത്തി ഇങ്ങനെ നിൽക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ ഫോഴ്സും എല്ലാം. നേരെ വീഡിയോയിലോട്ട് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഓക്കെ ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമുക്കിപ്പം ഇനി കാഴ്ചയിലൂടെ കിടക്കാം. അപ്പോൾ അതിന് ആദ്യം നമുക്കൊരു പേന വേണം. അപ്പം ഇതിൻ്റെ റീഫില്ലറൊന്നും ഇതില്ല. അത് റീഫില്ലർ ഉണ്ട്, ബട്ട് അതിൽ ഇങ്കില്ല. ഓക്കെ, അതേ കണ്ട ഇങ്കില്ല. അപ്പോൾ ഈ പേനയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകണം. പിന്നെ വന്നത് പിൻ വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ റീകോയിലിംഗ് സംഭവം. ഇതില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കില്ല. ഇത് വേണം. പിന്നെ 3 റബ്ബർ ബാൻഡ്. അപ്പോൾ ഒരു റബ്ബർ ബാൻഡ് തന്നെ നമ്മുടെ പിന്നിന് പോകും. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഉപയോഗിക്കാം. അത് നമുക്ക് അവസാന സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഇത് എത്ര ടൈറ്റ് ആകണം അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പം ഇതിപ്പോൾ ആദ്യം ഈ പിൻ തുറന്നിട്ട് ഈ സംഭവം നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയാണ്. കാരണം ഇതിലോട്ട് ഇതിങ്ങനെ കയറ്റുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കോയിലിംഗ് ആയിട്ട് നമ്മൾ റീകോയിലിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ പേനയുടെ ടോപ്പ് ഊരി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഈ വഴി കൂടെ തൊട്ട് ഇങ്ങനെ വലിച്ചത് നിൽക്കും. ഇങ്ങനെയാണ് സംഭവം ഉപയോഗിക്കുന്നത് നമ്മൾ. കണ്ട. ഓക്കെ, അപ്പോൾ ഏകദേശം ഈ പിന്നിൻ്റെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി പിന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം. എന്നിട്ട് സൈഡിൽ വെക്കാം. ഓക്കെ, ഇനി നമുക്ക് ക്യാപ്പ് അതായത് നമ്മുടെ പേനയിലോട്ട് പോവാം, ബോഡിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഈ റീഫില്ലറൊക്കെ മാറ്റി വെക്കുക. ഈ സംഭവങ്ങളൊക്കെ ആവശ്യമൊന്നുമില്ല, ഇതും ആവശ്യമില്ല. ഓക്കെ, അതൊക്കെ മാറ്റി വെച്ച് ഇനി ഈ സംഭവം ഇതിൻ്റെ പുറത്ത് നമ്മൾ ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. ഇങ്ങനെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ ഗ്ലൂഗം ഉപയോഗിക്കാം. ഓക്കെ, ഗ്ലൂഗം ഉപയോഗിക്കുന്നവർക്ക് ഗ്ലൂഗം ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം നമുക്ക് റബ്ബർ ബാൻഡ് തന്നെ ഉപയോഗിക്കാം. ഞാൻ റബ്ബർ ബാൻഡാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമുക്കിനി അതിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ റബ്ബർ ബാൻഡ് ഉപയോഗിക്കാൻ ആദ്യം നമുക്കപ്പോൾ എത്ര വേണം റബ്ബർ ബാൻഡ്സ് ഉപയോഗിക്കാം. ഞാനിപ്പോൾ രണ്ടെണ്ണം ഉപയോഗിക്കുന്നത്. എത്ര റബ്ബർ ബാൻഡിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഈ സംഭവത്തിൻ്റെ ടൈറ്റ്നെസ് നല്ലോണം കൂടും. ഓക്കെ, ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിനി എന്താ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് ഇത് വരരുത്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഉള്ളോട്ടാക്കി കൊടുക്കുക. കാരണം പുറത്തായ എപ്പോഴും സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉള്ളോട്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ട. അപ്പോൾ ഓക്കെ, അടുത്ത ഭാഗവും സെറ്റായി കഴിഞ്ഞ്. ഓക്കെ, ഇപ്പോൾ ഏകദേശം മേൽഭാഗത്തിൻ്റെ അതായത് നമ്മുടെ ഈ ഗണ്ണിൻ്റെ മെയിൻ പാർട്ട് അത് ഈ സംഭവം ഏകദേശം ഇനി തയ്യാറായി കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യേണ്ട ആ പിന്നും പിന്നെ റീഫില്ലറും അതിവിടെ ഉണ്ട് ഓൾറെഡി. അപ്പോൾ നമുക്ക് റീഫില്ലർ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് വെച്ചേക്കാം. നമുക്ക് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പിന്നെടുക്കാം. പിന്നെടുത്തിട്ട് ഏതാണോ തുറക്കണ ആ ഭാഗം തുറന്ന് വെച്ചിട്ട് അതായത് ഇങ്ങനെ തുറന്ന് വെച്ച് ഈ വഴി കൂടെ അതിടുക. ഇതുപോലെ. ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ തുമ്പ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റണം. കണ്ട, ഇതുപോലെ വരും. അപ്പോൾ അത് നമ്മൾ കയറ്റണമെങ്കിൽ ആദ്യം ഈ വഴി കൂടെ
ഇത് കൊണ്ടുവരാം ഈ മുൻഭാഗത്തിലൂടെ. ഇത് കൊണ്ടുവന്ന് പുറകിൽ ആദ്യം ഇത് വരും, എന്നിട്ട് ഈ ഹോളിൽ കൂടെ ഇത് നൈസായിട്ടൊന്ന് ഇട്ടെടുക്കുക. ഇപ്പോൾ അതെ ടൈറ്റായിട്ട് ഇരിപ്പുണ്ട്, കണ്ട, ഇപ്പോൾ നൈസായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പേന ഗൺ. ഓക്കെ, ഇനി നമുക്കിത് വർക്ക് ചെയ്യണതൊന്ന് കണ്ടാലോ. ഓക്കെ, ഗൈസ് തുളഞ്ഞു കയറി ഗൈസ്. അപ്പോൾ ഇതിൻ്റെ നല്ല അപ്പോൾ ഇതിൻ്റെ മെയിൻ ഹൈ പോയിൻ്റ് എന്താ വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ദി പിൻ പോയിൻ്റാണ്. ഓക്കെ, പിന്നെ 2 ഇതിൻ്റെ റീകോയിലിംഗ് ശക്തി. അതായത് എത്ര ടൈറ്റ് ആവണോ അത്രയും നല്ല രീതിയിൽ ഇത് ഫോഴ്സ് കൊടുക്കും തിരിച്ച്. അപ്പം നല്ല രീതിയിൽ ഇത് റിയാക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോവാം. ഇനി നമുക്ക് നേരെ ഔട്ട്രോയിലോട്ട് പോവാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യണം, കാരണം നിങ്ങൾക്ക് ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്കായ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കത് സന്തോഷമാണ്. പിന്നെ ഇതെങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ എങ്ങനെയുണ്ട്, പിന്നെ ഇതുപോലത്തെ കുറേ വീഡിയോസൊക്കെ കിട്ടണമെങ്കിൽ ജസ്റ്റ് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അമർത്താൻ. എന്നാലേ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുള്ളൂ. പിന്നെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നിട്ട് എൻ്റെ വീഡിയോസൊന്നും കാണണമെങ്കിൽ പിന്നെ എനിക്ക് ഗുണമില്ല, നിങ്ങൾക്കും ഗുണമില്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ മൊത്തം എൻ്റെ ചാനൽ വന്ന വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. അപ്പോൾ അതിനാണ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ പറയണത്. അപ്പോൾ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് തന്നെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റും. ബിസി ആണെങ്കിൽ കുഴപ്പമില്ല, പിന്നെയും കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യണം. ഓക്കെ, ഇത് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കുക ഒരു ക്രാഫ്റ്റ് പോലത്തെ DIY പ്രോജക്ട്സ് ഒക്കെ പോലത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഫസ്റ്റ് ആയിട്ടാണ് ഈ ചാനലിൽ ആദ്യമായിട്ടാണ് DIY ഇടുന്നത്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാതെ എങ്ങനെയുണ്ടെന്ന്. എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ, ഞാനത് മാറ്റുന്നതായിരിക്കും എൻ്റെ രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച ഒരു അടിപൊളി കിടക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.